നമസ്കാരം. അമേരിക്കയിൽ വൻ വിമാന ദുരന്തം. അമേരിക്കൻ എയർലൈൻസിൻ്റെ ഒരു യാത്രാ വിമാനവും അമേരിക്കൻ സൈന്യത്തിൻ്റെ ഹെലികോപ്റ്ററും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. വാഷിംഗ്ടൺ DC-യിലെ റൊണാൾഡ് റേഗൻ വിമാനത്താവളത്തിന് സമീപമാണ് അപകടം നടന്നത്. അപകടത്തെ തുടർന്ന് വിമാനം സമീപത്തുള്ള നദിയിലേക്ക് പതിക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടത്തിൻ്റെ വിശദാംശങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല. ഏതായാലും സൈന്യവും മറ്റ് രക്ഷാപ്രവർത്തകരുമൊക്കെ തന്നെ വളരെ സജീവമായി ഇവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇക്കാര്യത്തിൽ നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. 65 യാത്രക്കാരുമായിട്ടാണ് വിമാനം സഞ്ചരിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. 4 വിമാന ജോലിക്കാരും ഉണ്ടായിരുന്നതായി ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റഗൺ സംഭവത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. പെൻറ്റഗൺ കൃത്യമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിരീക്ഷിച്ച് വരികയാണ് എന്നാണ് അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പിന്നീട് പെൻറ്റഗൺ അധികൃതർ മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപകടത്തെ തുടർന്ന് റൊണാൾഡ് റേഗൻ വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഇവിടേക്കുള്ള വിമാനങ്ങൾ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. അമേരിക്കൻ വ്യോമസേനയുടെ ബ്ലാക്ക് ഹോക്ക് ഇനത്തിൽപ്പെട്ട ഹെലികോപ്റ്ററാണ് വിമാനവുമായി കൂട്ടിയിടിച്ചത് എന്നാണ് ആദ്യം ലഭിക്കുന്ന വിവരം. ഈ ഹെലികോപ്റ്ററിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച ഇനിയും വിവരങ്ങൾ ലഭ്യമായിട്ടുമില്ല. വിമാനാപകടത്തിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട്. കൂട്ടിയിടിച്ച വിമാനം ഒരു തീഗോളമായി പതിക്കുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. സംഭവത്തെക്കുറിച്ച് അമേരിക്കൻ സർക്കാർ അടിയന്തര അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ഈയിടെ അമേരിക്കയിലുണ്ടായ വിമാന ദുരന്തങ്ങളിൽ വലിയ ഒരു അപകടമായിട്ട് തന്നെയാണ് ഇതിനെ ഇപ്പോൾ കണക്കാക്കുന്നത്.